ഇളയമ്മയും ഇളയമ്മേന്റെ രണ്ട് അനിയത്തിമാറുമാണ് നീ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോ ഒരു പാലത്തിന്റെ ഒരിക്കൽ എത്തിയിട്ട് നാളെ കോടതി കൊണ്ട് പോയിട്ട് കാണിച്ചു കൊടുക്കണം പോലും. നല്ല കരുതലോട് കൂടിയാന്ന് ആക്കിയേ. ഇതിന്റെ എഞ്ചിനീയർ കണ്ട നിങ്ങള് ഇളയപ്പൻ രൂപേഷ് ഇടുന്ന ഏതാ ക്ലീൻ ചെയ്യലാന്ന് സ്റ്റെയർകേസിന്റെ ഒഴികൂടെ വെച്ച്. നമ്മളിപ്പോ പോകുന്ന വെച്ചാല് ഇന്നത്തെ വീഡിയോ വെച്ചാല് പിന്നെ അപ്പൻ്റെ മോളെ വീട്ടിൽ കൂടലുണ്ട് പൂമംഗലം. അപ്പോൾ വീട്ടിൽ കൂടലിൻ്റെ അടിക്കും പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെല്ലോ സ്ഥലം കാണാനുണ്ട് എന്ന് വൈഷ്ണവ് പറഞ്ഞ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കൂടിയുള്ളൊരു വീഡിയോ തന്നെ. നല്ല റോഡും നോക്കി നമ്മള് പോകുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മള് നിലവില് നമ്മളെ പെങ്ങളെ വീടിന്റെ തൊട്ടിപ്പുറത്തി. ഇളയപ്പൻ രൂപേഷ് ഇടുന്ന ഏതാ ക്ലീൻ ചെയ്യലാന്ന് വീഡിയോ എടുത്തതിന് ശേഷം നമ്മള് പണിയിലേക്ക് കടക്കും. മറ്റൂട്ടനും അച്ഛനും വന്നു. വലിയൊരു പാറയുണ്ട്. ഇവിടെ പഴയ വീടായിരുന്നു, അത് പൊളിച്ചിട്ട് അങ്ങനെ പുതിയ വീട് എടുത്തിയാന്ന്. ഇത് നമ്മളെ ഇളയമ്മ. നമുക്കെന്നാല് വീടിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറാം. ഇതൊരു ബെഡ്റൂം. ഇത് വേറൊരു ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. സ്റ്റെയർകേസിന്റെ ഒഴികൂടെ വെച്ചിട്ടുണ്ട്. സ്റ്റെയർകേസ് ആക്കിയില്ല. അല്ലാതെ പൈപ്പിനെ കൊണ്ടാട്ട്, അതായത് ഇരുമ്പിന്റെ പൈപ്പിനെ കൊണ്ടാട്ട് ആക്കേണ്ട പരിപാടിയായിരിക്കും. ഇവള് എല്ലാവരും പേടിപ്പിച്ചോണ്ടിരിക്കലാന്ന്. ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട് നമ്മളെ മകള്. ഹായ്, എല്ലാവരും പാവം കടലക്കറിയും വെച്ച് മാട്ടിലാന്ന് നമ്മളെ മരുവൻ. കഴിച്ചോ ആരാ ജയിക്കാൻ നോക്കാം നമുക്ക്. ഇതാണ് നമ്മളെ അടുക്കള. ഗീതേച്ചി, ആതിര, പ്രീതേച്ചി എല്ലാവരും ഉണ്ട്. ഇതവരും ഇതെൻ്റെ അമ്മേൻ്റെ അനിയത്തിമാറാണ്. അനിയത്തിൻ്റെ മോളായത്. ആ മേമ ബർഗെല്ലാം എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ പെങ്ങള്. അങ്ങനെ നമ്മൾ ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. വിജിക്ക് നാടൻ വഴികളിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോക്കാന്ന്. അപ്പോൾ കുറേ ആയി പോലും ഇങ്ങനെ നാടൻ വഴികളിലൂടെ സഞ്ചരിക്കാതെ. ഞാൻ കുണ്ടിലൂടെ വമ്പിച്ച വക്കീലാന്ന്. ഒന്ന് വെറുതെ കായല് പറഞ്ഞോ. നല്ല സ്ഥലമാണ്. വിജയങ്ങ് ദൂരെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നാളെ കോടതി കൊണ്ട് പോയിട്ട് കാണിച്ചു കൊടുക്കണം പോലും. ഇവിടെ നമ്മളെ ടീമെല്ലാം ഇവിടെ സെറ്റായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആതിര, നികിന, ചൈതന്യ, നൈനു, ആഷ്ലിയ എല്ലാവരും ഉണ്ട്. അടിപൊളി സ്ഥലമാണ്.
നല്ല ചെറിയൊരു പാലവും വമ്പിച്ചൊരു പുഴയും. ഇവിടെ മൊത്തം കൃഷിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് മറക്കിയിട്ട് കാണുന്നുണ്ട്. നമുക്കത് പോയി നോക്കാം എന്നാ സംഭവം ഒന്ന്. ഇവിടെ 2 കപ്പ വെച്ചിട്ടാണുന്നുണ്ട്, കപ്പത്തൈ, അതായത് മരച്ചീനി. എന്തിനു വേണ്ടി ഇങ്ങനെ 2 വെച്ചിട്ട് കവർ ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല. കവർ ചെയ്തത് പന്നികളൊന്നും കയറി കളയാണ്ടിരിക്കാനായിരിക്കും. മൊത്തം വാഴക്കൃഷിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പാലത്തിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചാൽ ഇപ്പോൾ ഒരു കാവുണ്ട്, ആ കാവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉത്സവത്തിൻ്റെ ടൈമിന് ഉണ്ടാക്കിയതാണ്. അതിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. പൊട്ടി തകർന്നിനെ. ആഹാ, നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ ഇങ്ങിയ തലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2 സൈഡിലും മുളയെല്ലാം കുഴിച്ചിട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പടിക്കേരി പുതിയ ഭഗവതി ക്ഷേത്രം, അതാണ് കാവിൻ്റെ പേര്. നമുക്കിനി പാലത്തുമ്പിലേക്ക് ഇങ്ങനെ കയറാം. പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അടിപൊളിയല്ലേ വൈഷ്ണോ? അടിപൊളിയല്ലേ? അന്നേരം കാവ്യ ഉത്സവത്തിന് വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ വിളിച്ചിരുന്നു. അന്നേരം വരാൻ വേണ്ടി പറ്റിയില്ല. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പാലം. അന്നേരം കുറേ ആളെ സ്റ്റാറ്റസും അങ്ങനെ റീൽസെല്ലാം കണ്ടിട്ട് ഈ പാലത്തിനെ സംബന്ധിച്ചിട്ട് വല്ലാത്തൊരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നത് വൈകുന്നേരമായി, സന്ധ്യയായി, വൈകുന്നേരമല്ല സന്ധ്യയായി, ഭയങ്കര ഇരുട്. വൈഷ്ണവെന്തെല്ലാം പറയുന്നുണ്ട്. നല്ല ഐഡിയപരമായിട്ടാണ് ആക്കിയിട്ടുണ്ട് പാലം. കാണാൻ ഭംഗിയുണ്ട് എന്നത് മാത്രമല്ല, നിർമ്മാണ രീതി നല്ല സേഫ്റ്റിയും ഉണ്ട്. നല്ല കരുതലോട് കൂടിയാണ് ആക്കിയനി. അടിപൊളി നിർമ്മാണമാണ്. എന്നാ വൈഷ്ണവ് പോലെ ആക്കിനി. ഓനാവലിൻ്റെ എഞ്ചിനീയർ കണ്ട നിങ്ങള്? ഇവൻ പറഞ്ഞ പോലെ പിള്ളേരാക്കിനി. നല്ല ഞാൻ നമ്മളെ കാവ് വിജി ഇവിടെ വന്നിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കലാന്ന്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാവ്. വൈഷ്ണവ് കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദി ഇരുടായതുകൊണ്ട് തന്നെ ഒന്നും ക്ലിയറായിട്ട് കാണുന്നില്ല. അതായത് നാളെ മിക്കവാറും നമ്മൾ ഉച്ചക്കും കൂടി വന്നിട്ടൊരു വീഡിയോ എടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് നല്ലൊരു സ്ഥലമാണ്. കുറേ പക്ഷികളെല്ലാം ഒച്ച കേൾക്കുന്നുണ്ട് മുകളിൽ നിന്ന്. കാണുന്നില്ല, കാണുകയും ചെയ്യില്ല. ചെറിയ പക്ഷികളായിരിക്കും. പിന്നെ മുകളിൽ നിന്നാണ് ഒച്ച കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ സാധ്യതയില്ല. പറഞ്ഞു ഇവിടെ നല്ലൊരു കവാടലാക്കിയിട്ടുണ്ട്. പക്ഷെ കിട്ടുന്നൊന്നുമില്ല. സാധാരണ നമ്മൾ കാണുന്നുണ്ട്, ഫോണിലോട്ട് കാണുന്നില്ല. അങ്ങനെ നമ്മൾ കുടിയേറിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് തലശ്ശേരിക്കടവ് ഭാഗത്തിന് മുകളിലോട്ടാണ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.